കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളമായ ആർപ്പൂക്കര ചുണ്ടന്റെ നിർമ്മാണം പൂർത്തിയായി. ഓഗസ്റ്റ് 2-ന് നീരണിയുന്ന ആർപ്പൂക്കര ചുണ്ടൻ ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളം കളിയിൽ മാറ്റുരയ്ക്കും. നാടിന്റെ ഉത്സവമാകുന്ന നീരണിയിൽ ചടങ്ങിൽ 3000-ലധികം ജലോത്സവ പ്രേമികളെ പ്രതീക്ഷിക്കുന്നതായി മുൻ മന്ത്രി VN വാസവൻ, ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി, പ്രസിഡന്റ് ബിജു വെട്ടൂർ, നിർവാഹക സമിതി അംഗം ബൈജു മാതിരമ്പുഴ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആർപ്പൂക്കരയിൽ വള്ളം നിർമ്മിക്കുന്ന മാലിപ്പുരയ്ക്ക് സമീപം ഓഗസ്റ്റ് 2-ന് രാവിലെ 11-ന് നടക്കുന്ന ചടങ്ങിനു ശേഷമാണ് നീരണിയൽ. 11-ന് വള്ളം നിർമ്മാണ സമിതിയുടെ മുഖ്യ രക്ഷാധികാരി VN വാസവൻ, ഫ്രാൻസിസ് ജോർജ് MP, നാട്ടകം സുരേഷ് MLA, ആർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് പഞ്ഞിക്കാരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിം അലക്സ് എന്നിവർ ഭദ്രദീപം തെളിയിക്കും. ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI, ശ്രീജിത്ത് തിരുമേനി എന്നിവർ അനുഗ്രഹാശംസകൾ അർപ്പിക്കും. മുഖ്യശില്പി സാബു നാരായണൻ ആചാര്യയെ പൊന്നാടി അണിയിച്ച് ആദരിച്ച് ഉപഹാരം സമർപ്പിക്കും. സഹശില്പികൾ മരം വെട്ടിയ രാജേഷ് നടുത്തൊട്ടിയും സംഘവും, വള്ളം നിർമ്മിച്ച മാലിപ്പുരയുടെ സ്ഥലോടമ സുഭാഷ് മംഗലശ്ശേരി, തടി നൽകിയ ജോൺ കോയിക്കൽ എന്നിവരെ ആദരിക്കും. ഉച്ചയ്ക്ക് 12:05-ന് ശേഷം ചുണ്ടൻ വള്ളം നീരണിയും. വള്ളത്തിന്റെ ഷെയർ ഉടമകൾ വള്ളം തുഴഞ്ഞ് പെണ്ണാർ തോട്ടിലൂടെ ജലഘോഷയാത്രയായി മണിയാമ്പറമ്പിലേക്ക് നീങ്ങും. 2:30-ന് മണിയാമ്പറമ്പ് ചതുർവേണി സംഗമത്തിൽ ചുണ്ടന് വരവേൽപ്പ് നൽകും. തുടർന്ന് നെഹ്റു ട്രോഫിയിൽ ആർപ്പൂക്കര ചുണ്ടൻ തുഴയുന്ന കുമരകം ഇമ്മാനുവൽ ബോട്ട് ക്ലബിന്റെ പ്രദർശന തുഴച്ചിൽ നടക്കും. സ്വന്തമായി ഒരു ചുണ്ടൻ വള്ളം എന്ന ആർപ്പൂക്കര ഗ്രാമനിവാസികളുടെ സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.